പരിശുദ്ധ ഖുർആൻ നീതിയെക്കുറിച്ച് പറയുന്ന വിവിധങ്ങളായ ഭാഗങ്ങൾ എല്ലാം അവിടെ വിശദീകരിക്കാൻ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ സമയം കിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. ഓരോ മനുഷ്യനും നീതിപൂർവ്വം ജീവിക്കേണ്ടതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കുറേ ആശയങ്ങൾ, അത് കുടുംബജീവിതത്തിലാണെങ്കിലും വ്യക്തിജീവിതത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും രാഷ്ട്രങ്ങൾ പരസ്പരമാണെങ്കിലും കച്ചവടത്തിലാണെങ്കിലും നീതിയിലൂടെ മാത്രമേ നിലനിൽക്കാവൂ എന്ന് പരിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തോട് എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പാലിക്കുന്നതോടുകൂടെ ലോകത്ത് സമാധാനം ഉണ്ടാകും. പലപ്പോഴും നമ്മൾ കേട്ടുവരുന്ന ഒരു വിമർശനം ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു വശം ഇസ്ലാമാണെന്നുള്ളത്. സത്യത്തിൽ പുതിയ കാലത്ത് അങ്ങനെയാക്കി തീർത്തിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം അങ്ങനെ ആയതുകൊണ്ടല്ല, അങ്ങനെയാക്കി തീർത്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നത് അന്യത്ര വിശദീകരിച്ചതുമാണ്. ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകൾക്ക് എവിടെയും ഒരു പ്രതിപക്ഷം വേണം. ഇസ്ലാം അല്ലാത്ത ഏത് പ്രത്യയശാസ്ത്രത്തെയും അവരോടൊപ്പം കിടപിടിക്കാൻ പറ്റുന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ നിരന്തരമായി പ്രതിപക്ഷത്ത് നിർത്തുന്നു. ശത്രുവായിട്ട് അവർ സങ്കല്പിക്കുന്നു, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശത്രുക്കളെ നിരന്തരമായി എതിർത്തുകൊണ്ടിരിക്കുന്നതാണ് ക്യാപിറ്റലിസം മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധനാഗമന മാർഗം.